കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ ദുരൂഹത നീക്കുന്നതിൽ തുടർ നടപടികളിലേക്ക് കടന്ന പോലീസ്. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി, പേരാവൂർ ഡിവൈഎസ്പി തുടങ്ങിയവർ പള്ളിയിലെത്തി. ഇരിട്ടി തഹസിൽദാറും ഒപ്പമുണ്ട്. വിവരങ്ങളുമായി നിഖിൽ അളവൂരാണ് ചെയ്യുന്നത്. നിഖിൽ, ഇപ്പോഴും വളരെ ദുരൂഹമായി നിൽക്കുന്ന ഒരു കേസാണ്. ഇതെല്ലാം ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് പോലീസിനെതിരെ ഒരു നടപടിയെടുത്തില്ല, അതൊരു കേസ് പോലും ഫയൽ ചെയ്തില്ല എന്നാണ് നമ്മൾ തുടക്കം മുതലേ കേട്ട കാര്യം. ഇപ്പോൾ പോലീസ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും ഈ ദുരൂഹതകൾ നിലനിൽക്കുമ്പോൾ അത് നീക്കണം എന്ന് പള്ളി ഭാരവാഹികളും ഒപ്പം ഈ ഇടവകയിലെ അംഗങ്ങളുമൊക്കെ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് തുടർ നടപടികളിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. ഏതായാലും സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും ഒപ്പം തന്നെ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഡിവൈഎസ്പിയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഇതിൻ്റെ പ്രാഥമികമായ പരിശോധനകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഒപ്പം ജനപ്രതിനിധികളും പള്ളി കമ്മിറ്റി അംഗങ്ങളും എല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗം ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇരിട്ടി തഹസിൽദാർ കൂടി സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇവരെല്ലാവരും ചേർന്ന് ഇതിൻ്റെ ദുരൂഹത നീക്കുക എന്ന രീതിയിലേക്ക് തന്നെ ഇതിൻ്റെ നടപടികൾ വേഗത്തിലാക്കുന്നതിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ചില വെളിപ്പെടുത്തലുകൾ, ചില കാര്യങ്ങളൊക്കെ വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് ഇത്തരത്തിൽ ഈ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ ഈ അന്വേഷണത്തിൽ സജീവമായി ഇടപെടുന്നത്. പ്രധാനമായും ഈ വിലങ്ങാട് സ്വദേശിയായ സിജോസ് കറിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഈ വാണിയപ്പാറ പള്ളിയിലെ ഈ വിഷയം പരിശോധിക്കണം, അതിലൊരു അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് സിജോയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകിയൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് കൂടി ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത്. ഇന്നിപ്പോൾ ഈ പ്രാഥമികമായ വിവരങ്ങൾ, അതിൻ്റെ രജിസ്റ്ററിലെ വിവരങ്ങൾ ഈ ഉയർന്ന ഉദ്യോഗസ്ഥർ, ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്നത് പോലെ ഈ നിലവിലുള്ള പോലീസിൻ്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് കല്ലറകൾക്ക് നമ്പർ നൽകിയപ്പോൾ വന്ന മാറ്റമാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഏതായാലും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും അസ്വാഭാവികതകൾ തോന്നുകയോ അല്ലെങ്കിൽ ഈ നിലവിൽ പള്ളി വികാരി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഈ കല്ലറ തുറക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തുടർ നടപടി എന്ന രീതിയിൽ കല്ലറ തുടർന്ന് ഉൾപ്പെടെയുള്ള പരിശോധനകളിലേക്ക് കടന്നേക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഇപ്പോൾ തഹസിൽദാറിൻ്റെ ഉൾപ്പെടെ സാന്നിധ്യത്തിലാണ് ഈ പള്ളി ഭാരവാഹികളുമായി സംസാരിക്കുകയും ഒപ്പം തന്നെ ഇവിടുത്തെ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നത്. സിജോസ് കറിയുടെ തിരോധനവുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ശരി, നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്.